ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. റവയും നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളാണ് കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാൻ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓയിലൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ml കപ്പിന് 1 കപ്പ് റവയാണ്. അപ്പോൾ നമ്മൾ റവ എടുക്കുന്നത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് റവ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് വെക്കരുത്, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് ചിലപ്പോൾ ലൂസായിട്ട് പോകും. അപ്പോൾ ഞാനിവിടെ ഏകദേശം 3/4 കപ്പോളം വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് റവയ്ക്ക് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ റവ എല്ലാം തന്നെ ഇതുപോലെ നല്ലപോലെ നനഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ശർക്കര എടുക്കുക. അതിലേക്ക് 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. പഴം അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത പഴമാണ് ഞാനിവിടെ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ശർക്കരയായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ശർക്കരയൊക്കെ അളവ് കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ആ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കുറുകി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം തന്നെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ള 2 പഴമാണ്. അത്യാവശ്യം നല്ല പോലെ പഴുക്കണം കേട്ടോ, എന്നാലുള്ള പഴത്തിന് നല്ല മധുരം കിട്ടുള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറുതാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്യണത്. പെട്ടെന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാൻ പറ്റുമല്ലോ. നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ ഒരുപാട് പലഹാരങ്ങളൊക്കെ തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഓയിലൊന്നും ഇല്ലാതെ ആവിയിൽ വേവിച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പലഹാരമാണ്. ഇപ്പോൾ അതാ ഒരു പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 പഴം ഞാനിവിടെ ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റവ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം അതുപോലെ തന്നെ ഈ റവയും എല്ലാം തന്നെ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ നേന്ത്രപ്പഴമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ നമുക്ക് 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ മാത്രമാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക. തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു റവ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരം കൊണ്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ശർക്കരപ്പാനി നല്ല പോലെ തണുത്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ശർക്കരപ്പാനി മുഴുവനായിട്ടും ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഒരു ശർക്കരപ്പാനി മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു 1/2 കപ്പ് ശർക്കരപ്പാനിയിലാണ് ഇത് നമ്മൾ അരച്ചെടുക്കുന്നത്. നേരത്തെ 3/4 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ റവ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നനവും ഈ ഒരു ശർക്കരപ്പാനിയും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരുവം നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. പഴമൊക്കെ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. റവ ചെറുതായിട്ട് തരിതരിയേനെ കിടക്കുന്നുണ്ട്. അതായത് നമുക്ക് റവ മുഴുവനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേക്ക് ടിന്നിലാണ് കേട്ടോ. കേക്ക് ടിന്നിൽ ഇതുപോലെ വാഴയില വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ വാഴയില വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം. പിന്നെ അതുപോലെ തന്നെ വാഴയിലൊക്കെ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ മുഴുവനായിട്ടും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ അടച്ച് വെക്കുക. പിന്നീട് ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പലഹാരം നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുക്കായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കത്തിയോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടി വെക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ വാഴയില വെച്ചുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് മാറ്റാൻ പറ്റും. ഇനി വാഴയില വെക്കാതെ നിങ്ങൾ നേരിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ തണുത്തിട്ട് അതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് വിടിപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് വിട്ട് കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കേക്ക് കട്ട് ചെയ്യണ പോലെ വേണമെങ്കിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നേന്ത്രപ്പഴം റവയും വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക. റവ നമ്മൾ ഒരു 5 മിനിറ്റ് കുതിർത്തതിൻ്റെ ശേഷമൊക്കെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.